Hi students, welcome to our physics class. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതായത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇത്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: എന്താണ് ഇലക്ട്രിക് കറന്റ്? നമ്മൾ കുറച്ചു കാലമായിട്ട് ഇലക്ട്രിക് കറന്റിനെ പറ്റി പലതും പഠിക്കുന്നുണ്ട്. ശരിക്കും ഈ ചാപ്റ്റർ മാത്രമല്ല, നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സും ഈ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതുപോലെ നമ്മൾ മോട്ടോറിന്റെ വർക്കിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ ബേസ് വരുന്നത് ഇവിടെയല്ല. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അവിടെ നമ്മൾ റെസിസ്റ്റൻസ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്, അവിടെ നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്താന്ന് പഠിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ളത് അവിടെയാണ്. അപ്പൊ നമ്മള് കാര്യങ്ങളൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ആദ്യം ആ ചാപ്റ്റർ ഒന്ന് ഓർത്ത് വെച്ചിട്ട് വേണം ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുന്നതാണ്, എന്താണ് ഇലക്ട്രിക് കറന്റ്? ഇപ്പൊ നമ്മൾ ഇത്തരം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എന്താണ് ഇലക്ട്രിക് കറന്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ? ഇലക്ട്രിക് കറന്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കറന്റിന്റെ മുകളിൽ പിടിക്കാം. കറന്റ്. അപ്പൊ ഈ കറന്റ് നമ്മൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഇലക്ട്രിക് കറന്റ് എന്നൊന്നും എടുത്തു പറയൊന്നുമില്ല. നമ്മൾ പറയാ കറന്റ് കറന്റ് എന്നാണ്. അപ്പൊ എന്താ ഈ കറന്റ്? ആ വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കറന്റ്. നമ്മൾ ഈ ഇലക്ട്രിക് കറന്റ് എന്നുള്ള ഒരു സെൻസ് മാത്രമല്ല, അല്ലാതെ തന്നെ ഈ കറന്റിന് ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് തന്നെയാണ് ശരിക്കും ഇവിടെയുള്ളത്, ഇലക്ട്രിക് കറന്റ്. വേറെ എന്തെങ്കിലും കറന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ ഇലക്ട്രിക് കറന്റ് എന്നുള്ളതല്ലാതെ? വേറെ പല കറന്റ്സും ഉണ്ട്. അതെന്താണ്? വാട്ടർ കറന്റ്, എയർ കറന്റ്, ഇങ്ങനെ പല കറന്റുകളും ഉണ്ട്. അപ്പൊ ഈ കറന്റിനൊക്കെ തന്നെയും സെയിം ആണോ? ഇതിന്റെ മീനിങ് സെയിം ആയിട്ടാണോ വരുന്നത്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറണ്ടുകളൊക്കെ തന്നെയും സെയിം ആണ്. നമ്മൾ ഒരേ മീനിങ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ കറണ്ട് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കറണ്ടിന്റെ മീനിങ്? വളരെ സിമ്പിൾ ആണ്, ഫ്ലോ. സത്യം പറഞ്ഞ ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ കറന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒഴുകുന്ന വെള്ളമാണ്. അതുപോലെ എയർ കറന്റ് എന്ന് പറയുമ്പോൾ ഒഴുകുന്ന എയർ. അപ്പൊ നമ്മൾ ഇവിടെ കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചെയ്യാണെന്ന് പറഞ്ഞു, ഇലക്ട്രിസിറ്റി ആൻഡ് ഫ്ലോ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ എന്തായി ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴുകുന്നത് ആരാ? എന്താണ് ഒഴുകുന്നത്? നമ്മളിപ്പം സ്വിച്ച് ഇടുന്ന സമയത്ത് ഫാൻ കറങ്ങുന്നു, അല്ലെങ്കിൽ സ്വിച്ച് ഇടുന്ന സമയത്ത് മിക്സി വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്വിച്ച് ഇടുന്ന സമയത്ത് TV വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ആ വയറിനകത്തൂടെ എന്തോ പാസ് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് എന്താ? അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന സാധനമാണ് എന്ത്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ആണ് ശരിക്കും നമ്മളുടെ സർക്യൂട്ടിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ വയറിലൂടെ ഫ്ലോ ചെയ്യുന്ന ആ ഒരു സാധനം. അപ്പൊ നമ്മൾ വാട്ടർ കറന്റ് എന്ന് പറയുമ്പോൾ വെള്ളം ഒഴുകുന്നാന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് പറയാം ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. ഒരു മീഡിയത്തിലൂടെയാണ് ഫ്ലോ ചെയ്യുക. കാരണം എന്താ? നമ്മൾ ഈ വയറോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു കണ്ടക്ടറിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് ഞാൻ എന്തെന്ന് പറഞ്ഞത്? ഇലക്ട്രിക് കറന്റ്. സോ ഐ ക്യാൻ സേ ഇലക്ട്രിക് കറന്റ് ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണ് ഞാൻ ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന ഇതാണ്: എങ്ങനെയാണ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്നത്? അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെയാ ഫ്ലോ ചെയ്യുക? വെറുതെ അങ്ങ് ഒഴുകാണോ? ഞാൻ സ്വിച്ച് ഇടുന്ന സമയത്ത് അങ്ങ് ഓടി പോവാണോ? അല്ല. അപ്പൊ അതിനെന്താ? ഒരു കാരണം ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം വെള്ളത്തിന്റെ കേസ് എടുത്ത് നോക്കാം. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ്. അപ്പൊ ആ ഒരു സർഫസിൽ ഞാനൊരു വാട്ടർ ഡ്രോപ്പ് അവിടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സർഫസിൽ നിന്നും ആ ഒരു വാട്ടർ ഡ്രോപ്പ് ഫ്ലോ ചെയ്യുമോ? ഇല്ല. എനിക്ക് എങ്ങനെ ഇതിനെ ഫ്ലോ ചെയ്യിക്കാൻ പറ്റും? ഇപ്പൊ ഇതാണ് ഒരു
ഡെസ്കിന്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. ആ പ്ലേറ്റിലാണ് ഞാൻ ഈ വാട്ടർ ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എങ്ങനെ ഈ വാട്ടർ ഡ്രോപ്പിനെ ആ ഒരു പ്ലേറ്റിന്റെ മുകളിൽ നിന്നും ഫ്ലോ ചെയ്യിക്കാൻ പറ്റും? അതിന്റെ ഈ നേരെയുള്ള ആ ഒരു സ്പേസിന് എന്ത് ചെയ്യിക്കുക, ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യിക്കാൻ പറ്റും? ആ വാട്ടർ ഡ്രോപ്പിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അതായത് ഞാൻ ആ പ്ലേറ്റിന് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വാട്ടർ ഡ്രോപ്പ് എന്ത് ചെയ്യും? താഴേക്ക് ഫ്ലോ ചെയ്ത് പോകും. ശരിക്കും ഇവിടെ ഞാൻ എന്താ ചെയ്തത്? നമ്മളുടെ പ്ലേറ്റിന്റെ ഹൈറ്റിനൊരു വേരിയേഷൻ വരുത്തി. രണ്ടു പ്രതൽ ഒരേപോലെ ഞാൻ പൊന്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴുക്ക് വരുമോ? ഇല്ല. ഒരു സൈഡിന്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യിച്ചു. അതായത് ഹൈറ്റ് ഡിഫറൻസ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ഊതുന്ന സമയത്ത് എന്താ അവിടെയുള്ള പ്രഷർ വേരിയേഷൻ വരും. അങ്ങനെയാണെങ്കിലും എനിക്ക് വാട്ടർ ഡ്രോപ്പിനെ മൂവ് ചെയ്യിക്കാം അല്ലെങ്കിൽ ഫ്ലോ ചെയ്യിക്കാം. അപ്പൊ അതായത് പറഞ്ഞു വരുന്നത്, എന്തോ ഒരു സംഭവത്തിന്റെ ഡിഫറൻസ് വരുന്ന സമയത്താണ് ഫ്ലോ വരുന്നത്. ഇതുപോലെ തന്നെയാണ് ആരും ഇലക്ട്രിസിറ്റിയിലും സംഭവിക്കുന്നത്. എന്തോ ഒരു സംഭവത്തിന്റെ ഡിഫറൻസ് വരുന്ന സമയത്താണ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ എന്തിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്? എന്തോ ഒരു സാധനത്തിന്റെ ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ ഹൈറ്റ് ഡിഫറൻസ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഈ വയറിന്റെ ഹൈറ്റ് ഇങ്ങനെ പൊക്കിയും താത്തിയും ഒക്കെ വെച്ചാണോ നമ്മൾ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യിക്കുന്നത്? അങ്ങനെ ആയിരുന്നുവെങ്കിൽ മുകളിലുള്ള ബൾബ് നമ്മൾ എങ്ങനെയാണ് താഴെ സ്വിച്ച് ഇടുന്ന സമയത്ത് കത്തുക? അപ്പൊ ഈ ഹൈറ്റ് വേരിയേഷൻ അല്ല ഇലക്ട്രിസിറ്റിയുടെ ബേസ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിഫറൻസ് എന്താ? എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് ഇല്ലാതെ അവിടെ ഒരിക്കലും മൂവ് ചെയ്യില്ല. അപ്പൊ അവിടെയുള്ള ഡിഫറൻസ് ആണ് എന്ത്? ആ ഡിഫറൻസിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയി തോന്നുന്നില്ല എങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിന്റെ യൂണിറ്റ് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വോൾട്ടേജ്. ഇത് തന്നെയാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പൊ നമുക്കിത് വോൾട്ട് മീറ്റർ ഒക്കെ വെച്ചുകൊണ്ട് മെഷർ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ്, ഇലക്ട്രിസിറ്റി നമുക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ, അതായത് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണെന്ത്? ഇലക്ട്രിസിറ്റി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഫ്ലോ നടക്കണമെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് വേണം. ആ ഡിഫറൻസ് ആണെന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം. അപ്പൊ ഡിസൈൻ ചെയ്യുന്ന സർക്യൂട്ട് ഇതാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ സിമ്പിൾ എന്താണ്? ഈ സിമ്പിൾ ബൾബാണ്. ബൾബിന്റെ സിമ്പിൾ ആണ്. ഞാനൊരു കണക്ടിങ് വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബൾബ് കത്തുവോ? ഇല്ല. കാരണം എന്താ? ഒന്നാമത് നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, ഹോൾസ് കാണുന്നുണ്ട്. മാത്രല്ല നമ്മൾ ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല? പവർ സപ്ലൈ കൊടുത്തിട്ടില്ല. പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി. ഒന്ന് മാത്രമാണെങ്കിൽ അത് സെല്ലും, രണ്ടെണ്ണം കൂടി ചേർന്നാൽ എന്തായി? ബാറ്ററിയാണ്. സിമ്പിളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇതാണെന്ത്? ഞാൻ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കുന്നു. ഇനിയിപ്പം എന്റെ ബൾബ് നല്ലൊരു ബൾബാണെങ്കിൽ, അതായത് ഫ്യൂസ് ആവാത്ത ബൾബൊക്കെ ആണ് എങ്കിൽ ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും? നമ്മളുടെ ബൾബ് ഗ്ലോ ചെയ്യും. അപ്പൊ നമ്മളുടെ ബൾബ് ഗ്ലോ ചെയ്തു. അപ്പൊ ഇവിടെ ബൾബ് ഗ്ലോ ചെയ്യാനുള്ള കാരണക്കാരൻ ആരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സോഴ്സ്, പവർ സോഴ്സ് എന്താ? അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റിയുടെ സോഴ്സ് എന്താ? നമ്മളുടെ ഈ ബാറ്ററിയാണ്. അപ്പൊ നമ്മൾ റിമോട്ടിലും അതേപോലെ ക്ലോക്കിലും ഒക്കെ ഇടുന്ന അതേ ബാറ്ററിയെ തന്നെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആ ഒരു ബാറ്ററിയുടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 6 വോൾട്ട്, 5 വോൾട്ട്, 7 വോൾട്ട് അല്ലെങ്കിൽ 15 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാല്യൂസ് കാണാം. ശരിക്കും ആ വോൾട്ട് തന്നെയാണ് എന്ത്? ഞാൻ ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
അപ്പൊ ഈ ഒരു ബാറ്ററി ഇല്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഈ ബൾബ് ഓൺ ആവോ? ഇല്ല. അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് എന്താ? നമ്മളുടെ ഈ ബൾബിനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ഞാനൊരു ബാറ്ററി കൊടുക്കുന്നു. ബാറ്ററിക്ക് എന്തുണ്ട്? നമ്മളെ ബാറ്ററി ഇങ്ങനെയാണ് ഉണ്ടാവുക. സിമ്പിൾ ആയിട്ട് നമ്മൾ ആ ഒരു സ്ട്രക്ചർ ഓർത്ത് കഴിഞ്ഞാൽ, അപ്പൊ ഇതിന്റെ ഒരു ടെർമിനൽ പോസിറ്റീവും ഒരു ടെർമിനൽ നെഗറ്റീവും ആണ്. ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്? ഇവിടെയാണ് പോസിറ്റീവ്, ഇവിടെയാണ് നെഗറ്റീവ്. അപ്പോ എന്തിനാണ് ഈ ബാറ്ററിക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ? വളരെ സിമ്പിൾ ആണ്. നമ്മളുടെ ബാറ്ററിക്ക് പോസിറ്റീവും നെഗറ്റീവും കൊടുത്തിരിക്കുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ബാറ്ററി ഇവിടെ ഇങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. ആ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലിനും ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ സംഭവങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇലക്ട്രിസിറ്റി എന്താന്ന് പറഞ്ഞു? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്, ചാർജിന്റെ ഫ്ലോ ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? അവിടെ വെറുതെ ഒന്നും ഒഴുകില്ല, എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഒഴുകൂ എന്ന് പറഞ്ഞു. ആ ഡിഫറൻസ് ആണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാ കൊടുക്കുക? ഒരു സിമ്പിൾ ഒരു സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ 6 വോൾട്ട് 5 വോൾട്ട് 10 വോൾട്ട് എന്നൊക്കെ കാണാം. അത് തന്നെയാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ കറണ്ട് ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണോ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണോ? തിരിച്ചും മറിച്ചും കറണ്ടിന് ഒഴുകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ? അത് നമുക്കറിയണ്ടേ? നമുക്ക് നോക്കാം. നമ്മൾ എന്തിന്റെ ബേസിലാണ് ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയുന്നത്? ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും ഫിക്സ്ഡ് ആണ്. അതായത് ഉണ്ടാക്കി വരുന്ന സമയത്ത് ബാറ്ററിക്കുള്ള പോസിറ്റീവും നെഗറ്റീവും പിന്നെ അത് തിരിഞ്ഞു മറിഞ്ഞൊന്നും വരില്ല, എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നമ്മളൊരു ബാറ്ററി, നമ്മൾ സർക്യൂട്ട്സ് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരയ്ക്കുക. തൽക്കാലം നമ്മളുടെ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവിന്റെ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള പോസിറ്റീവും നെഗറ്റീവും ഏതാണ്? ഇവിടെയുള്ള ചെറിയ വര ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. അപ്പൊ ഈ കുഞ്ഞി വര എന്ന് പറയുന്നത് ഇതാണോ? അല്ല, വലിയ വരയാണ് എന്ത്? പോസിറ്റീവ്. ഈ കുഞ്ഞി വര എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയും, പക്ഷേങ്കിൽ നമ്മുടെ ശരിക്കുള്ള ബാറ്ററി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാ ബാറ്ററിയിലും പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളുടെ ബാറ്ററിയുടെ ഒരു കുഞ്ഞൊരു മൊട്ട് പോലൊരു സംഭവം കാണാം, അതാണ് പോസിറ്റീവ്. പക്ഷേങ്കിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണ് ഇതെന്ന് വിചാരിച്ചിട്ട് കൺസെപ്റ്റ് തിരിഞ്ഞു പോരുത്. നീളമുള്ള വര ആണെന്ത്? പോസിറ്റീവ്. കുഞ്ഞി വര എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു കണക്റ്റിംഗ് വയർ വരയ്ക്കുകയാണ്. നോർമലി നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു വയർ നമ്മളുടെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് ഡിസ്ചാർജ് ആയി പോകും. ഡിസ്ചാർജ് ആകുമ്പോൾ പറഞ്ഞാൽ അതിന്റെ ചാർജ് തീർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വെറുതെ കണക്ട് ചെയ്ത് ഇടരുത്. നമ്മളിപ്പോ ഇത് ഇതിലെ കൂടെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തതാണ്. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻ, ഇത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണോ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണോ എന്നുള്ളതാണ്. ശരിക്കും ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ എന്താ? ഈ പോസിറ്റീവ് ടെർമിനലിലൂടെ എന്തോ ഒരു സാധനം ഫ്ലോ ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ടെർമിനലിലൂടെ എന്തോ ഒരു സാധനം ഫ്ലോ ചെയ്യുന്നുണ്ട്. ശരിക്ക് ഈ പോസിറ്റീവ് ടെർമിനലിലൂടെ പോകുന്ന എന്താ? പോസിറ്റീവ് ചാർജുകളും ഈ നെഗറ്റീവ് ടെർമിനലിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്താ? നെഗറ്റീവ് ചാർജുകളും ആണ്. അപ്പോ ഇനിയുള്ള ക്വസ്റ്റ്യൻ, ഏതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്നുള്ളതാണ്. കറണ്ടിന്റെ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഇതെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് എന്താ? ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ്. എന്ത് ചാർജസ്? നെഗറ്റീവ് ചാർജസ് ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ആണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഈ ബാറ്ററിയിലൂടെ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നമ്മളുടെ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണുള്ളത്. നമ്മളുടെ
പോസിറ്റീവ് ചാർജുകളുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഏതായിരിക്കും നമ്മളുടെ ഡയറക്ഷൻ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ തോന്നും ഇങ്ങനെയല്ലേ പോവാന്ന്. അതായത് നമ്മൾ എന്താ ഡെഫിനിഷൻ പ്രകാരം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിന്റെ ഡയറക്ഷൻ പറയാൻ എപ്പോഴും എങ്ങനെയാണ്? ഇറ്റ്സ് ഓൾവേസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ടു നെഗറ്റീവ്, അതായത് ഇങ്ങനെ. ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവിലൂടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നേരെ ഓപ്പോസിറ്റ് ആയി പോയി, പറഞ്ഞത് തെറ്റായി പോയി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കോൺട്രവേഴ്സി കാണാം. കാരണം നമ്മൾ ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് എന്താ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി. പക്ഷെങ്കിൽ നമ്മൾ എടുക്കുന്നത് ആരുടെ ഡയറക്ഷൻ ആണ്? നമ്മളുടെ പോസിറ്റീവ് ചാർജസിന്റെ ഡയറക്ഷൻ ആണ്. അതെന്താ അങ്ങനെ? അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത് കുറെ കാലം മുന്നേ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ആരില്ല നമ്മളുടെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടികൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നൊന്നല്ല. കുറെ ആൾക്കാർ കുറെ കാലം കൊണ്ടും ചിലതൊക്കെ ആക്സിഡന്റലി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കുറെ സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു സാധനം കണ്ടുപിടിച്ച സമയത്ത് ആരില്ല? ഇലക്ട്രോൺസ് ഇല്ല. പക്ഷെങ്കിൽ ആ സമയത്ത് ആരുണ്ട്? പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ആ സയന്റിസ്റ്റ് ഒക്കെ എന്ത് വിചാരിച്ചു? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജുകളുടെ ഫ്ലോ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയി പോയി അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഫിക്സ് ചെയ്തു? ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് നമ്മൾ അങ്ങ് ഫിക്സ് ചെയ്തു വെച്ചു. അതിനൊക്കെ കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ആരെ കണ്ടുപിടിക്കുന്നത്? ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ശരിക്കും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ്. പക്ഷേ നമ്മൾ ഇപ്പോഴും എന്ത് തന്നെയാണ്? കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അയാൾ എന്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണുള്ളത്? ഇലക്ട്രോൺസിന്റെ ഫ്ലോയിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് നമ്മളുടെ ബാറ്ററിയിൽ നിന്നും ഇലക്ട്രോൺസ് പോകുന്നത് ഈ ഡയറക്ഷനിലും നമ്മളുടെ കറണ്ട് ഒഴുകുന്നത് ഈ ഡയറക്ഷനിലുമാണ്. അതായത് ഇലക്ട്രോൺസിന്റെ ഫ്ലോയും കറണ്ടിന്റെ ഫ്ലോയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കാം? ഇതൊക്കെയാണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ആക്കി വെക്കാം. എന്നിട്ട് എന്താണ് ഈ സംഭവം ഓർത്തു വെക്കാം. കറണ്ട് ഓൾവേസ് വിൽ ഫ്ലോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇതിന്റെ അകത്ത് കൊണ്ടുപോയി പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെന്ന് കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായി പോയി? നേരെ തിരിഞ്ഞു പോയി. അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യരുത്? ബാറ്ററിയുടെ ഉള്ളിലല്ല നമ്മൾ പറയുന്നത്. എങ്ങനെയാണ്? നമ്മൾ ബാറ്ററിയിൽ വയറ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ ഒരു കണ്ടക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ്. അതായത് ബാറ്ററിയുടെ പുറത്തൂടെ പോയി പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് എന്ത് വരുന്നത്? ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസ് ആയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ 9th സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടി പോവാണ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദിസ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഈ എഫക്ട്സ് എന്ന് പറയുന്നത്? അപ്പൊ നമ്മളിവിടെ ആദ്യം എന്താണ് എഫക്ട്സ് എന്ന് പഠിക്കണം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫക്ട്സ് എന്ന് പഠിക്കണം. അതിനുശേഷം ഓരോ എഫക്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് കുറെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, കുറെ ലോ പഠിക്കാനുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് നോക്കാം. അപ്പൊ അതിനാദ്യം ഞാനൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടാണ്. എന്റെ സർക്യൂട്ട് ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനെന്താണ്? ഒരു കണക്റ്റിംഗ് വയർ എടുക്കുന്നു. ഇവിടെ ഞാൻ എന്തോ ഒരു പവർ സപ്ലൈ എത്രയെങ്കിലും വോൾട്ട് ആവട്ടെ, വലിയ ഇൻവെർട്ടറിന്റെ ഒക്കെ ഒരു ബാറ്ററിയാണ് കൺസിഡർ ചെയ്തോ. കാരണം ഞാൻ ഈ ടെർമിനലില് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വലിയ വലിയ ഡിവൈസുകളാണ്. കുഞ്ഞു ബൾബൊന്നുമല്ല, വലിയ മിക്സി, ഗ്രൈൻഡർ അല്ലെങ്കിൽ എന്താ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ഡിവൈസുകളാണ് ഞാൻ ഈ ടെർമിനൽ ഈ ഒരു എൻഡിൽ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ബാറ്ററി കുറച്ച് വലിയ വോൾട്ടുള്ള ബാറ്ററിയാണ്. എന്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്താ? നമ്മൾ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടും.
അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ബൾബ് വെക്കുകയാണ്. ഞാനിവിടെ ഒരു ബൾബ് കണക്ട് ചെയ്തു. നമ്മളുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്. വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് കൊടുക്കാം, കൊടുക്കാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനൊരു സ്വിച്ച് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബൾബ് ഗ്ലോ ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാനിവിടെ കൊടുക്കുന്നത് എന്താ? ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നത്. അയാൾ എന്തായിട്ടാണ് ഔട്ട്പുട്ട് എനിക്ക് തരുന്നത്? നമുക്കിവിടെ കിട്ടുന്നത് ലൈറ്റ് ആണ്. ഞാൻ ബൾബ് വെച്ച സമയത്ത് ഈ ഇലക്ട്രിസിറ്റി അതിലൂടെ കടന്നുപോയ ശേഷം നമ്മളുടെ ബൾബ് എന്ത് ചെയ്തു? ഗ്ലോ ചെയ്തു. ഇനി അടുത്ത ഞാൻ ആ ബൾബ് അവിടെ മാറ്റിയിട്ട് ഞാനൊരു ഓവനോ ഇലക്ട്രിക് അയണോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിവൈസ് വെക്കുകയാണ്. തൽക്കാലം ഞാനൊരു ഓവൻ വെക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു ഓവൻ കണക്ട് ചെയ്തു. ഇനി എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? നമ്മൾ ഈ ഓവനൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്ത് ഉപയോഗിച്ചാ കുക്ക് ചെയ്യുക? അതിൻ്റെ അകത്തുള്ള ഹീറ്റ്. അല്ലെങ്കിൽ നമ്മളുടെ അയൺ ബോക്സ് ആണ് ഇതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുക? ഹീറ്റ് ആണ് കിട്ടുക. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്ന ഇതെന്താണ്? ഇലക്ട്രിസിറ്റി ആണ് കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് ഇയാൾ എനിക്ക് തരുന്ന ഔട്ട്കം എന്താണ്? ഹീറ്റ് ആണ്. ഈ സെയിം സെറ്റപ്പിൽ ഞാൻ ബൾബ് വെച്ച സമയത്ത് എനിക്ക് ലൈറ്റ് കിട്ടി. അയൺ ബോക്സ് വെച്ച സമയത്ത് എനിക്ക് എന്ത് കിട്ടി? ഹീറ്റ് കിട്ടി. ഇനിയിപ്പം അടുത്തത് ഞാൻ ഇവിടെ ഒരു മിക്സർ ഗ്രൈൻഡർ ആണെന്ന് വിചാരിച്ച് വെക്കുന്നത്. മിക്സർ ഗ്രൈൻഡർ ആണ് വെക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്ന ഔട്ട്കം എന്താ? നമ്മൾ ഈ മിക്സർ ഗ്രൈൻഡർ കറണ്ട് കൊടുത്തുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഒന്നല്ലേ തേങ്ങ അരയ്ക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അരയ്ക്കാനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് എന്താ? നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ തുറന്നു നോക്കിയാൽ നമ്മൾ വിവരം അറിയും. നോക്കാനൊന്നും പാടില്ല. നമുക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്. നമ്മളുടെ മിക്സിയുടെ അല്ലെങ്കിൽ മിക്സർ ഗ്രൈൻഡറിനൊരു ലീഫ് ഉണ്ട്. ആ സാധനം എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഈ റൊട്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ശരിക്കും അതിനകത്തുള്ള സാധനത്തിന് അരയ്ക്കോ കുഴയ്ക്കോ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ലീഫിനെ കറക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്? ഞാൻ ഇവിടെ കറണ്ട് കൊടുക്കുന്നത്. സോ എന്റെ ഔട്ട്കം എന്ന് പറയുന്നത് അവിടെയുള്ള റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ ശരിക്കും എന്ത് തന്നെയാണ്? ഒരു തരത്തിലുള്ള മോഷൻ ആണ്. അത് നമുക്ക് എന്താന്ന് പറയാം. സോ ഞാൻ ആദ്യം ബൾബ് കൊടുത്തപ്പോൾ ലൈറ്റ് കിട്ടി, അയൺ ബോക്സ് കൊടുത്തപ്പോൾ ഹീറ്റ് കിട്ടി, മിക്സി കൊടുത്തപ്പോൾ എനിക്ക് റൊട്ടേഷൻ കിട്ടി. ഇനി ഞാൻ അടുത്ത ഒരു കോളിംഗ് ബെൽ, നമ്മളുടെ ബെല്ലില്ലേ, അതാണ് ഇവിടെ വെക്കുന്നത് വിചാരിച്ചു. അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സ്വിച്ച് ഒക്കെ ക്ലോസ് ചെയ്താൽ എനിക്ക് എന്താ ഔട്ട്കം കിട്ടുക? എനിക്ക് അവിടെ ടിങ് ടിങ് എന്നുള്ള സൗണ്ട് കിട്ടും. അതായത് സൗണ്ട് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോ നമ്മള് ഒരേ സാധനമാണ് ഇവിടെ കൊടുക്കുന്നത്. സെയിം ഇലക്ട്രിസിറ്റി ഞാൻ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പല തരത്തിലുള്ള ഔട്ട്കം കിട്ടുകയാണ്. ലൈറ്റ് കിട്ടുന്നുണ്ട്, ഹീറ്റ് കിട്ടുന്നുണ്ട്, റൊട്ടേഷൻ ഉണ്ട്, സൗണ്ട് ഉണ്ട്. ഈ മിക്സർ ഗ്രൈൻഡറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ റൊട്ടേഷൻ മാത്രമല്ല, അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കേൾക്കാം? വല്ലാത്ത സൗണ്ട് കേൾക്കാം. അത് മാത്രമല്ല, കുറെ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിക്സിന്റെ ജാറിന്റെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും? ചൂടറിയാൻ പറ്റും. അവിടെ ഹീറ്റ് ഉണ്ട്, കുറെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താ? പ്രധാനപ്പെട്ട അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ ആ ബൾബിന്റെ കുറെ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മുകളിൽ ടച്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കിട്ടും. ലൈറ്റ് മാത്രമല്ല, അവിടെ എന്തും ഉണ്ട്? ഹീറ്റും ഉണ്ട്. ഫിലമെന്റ് ലാമ്പ് ആണെങ്കിൽ ലൈറ്റിനെക്കാളും മുകളിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹീറ്റ് ആണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നു. അപ്പോ ശരിക്കും ഇതൊക്കെ എന്താ സാധനം? നമ്മള് ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഹീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ റൊട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതല്ല, നമ്മളൊരു ഇൻവേർട്ടറിന്റെ ഒക്കെ ബാറ്ററി ആണ് ഇവിടെ കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാണ് എങ്കിൽ അവിടെ നമുക്ക് ഔട്ട്കം എന്താ കിട്ടുക? നമ്മൾ എന്തിനാണ് ഈ ഇൻവേർട്ടറിന്റെ ബാറ്ററി ഒക്കെ കറണ്ടി കുത്തിയിട്ടിട്ട് ഇങ്ങനെ കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? നമുക്കവിടെ ചാർജ് സ്റ്റോർ ചെയ്യണം. നമ്മളവിടെ നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററിക്കകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചാർജ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഒരു ബാറ്ററിയാണ് ഞാൻ ഈ ഒരു ബാറ്ററിയിൽ നമ്മൾ ഇത് വേറെ ബാറ്ററിയാണ് അപ്പൊ നമ്മൾ ഈ ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഔട്ട്കം എന്താണ്? എന്താ അവിടുത്തെ ഔട്ട്കം? ശരിക്കും അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് കിട്ടുന്നത് ഒരു കെമിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ബാറ്ററിക്കകത്തും സെർട്ടൈൻ കെമിക്കൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ബാറ്ററിക്കകത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, നമ്മളുടെ ചാർജുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ശരിക്ക് ഇതൊക്കെ എന്തോ ഒന്നിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്താണ് എന്ത് ഇതൊക്കെ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ശരിക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലോ ഓഫ് ചാർജസ് ആണ്, അതൊക്കെ ഓക്കെ. എന്നിരുന്നാൽ പോലും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഒരു ടൈപ്പ് എനർജിയാണ് എന്ത്? ഇലക്ട്രിസിറ്റി. അതുപോലെ തന്നെ ഈ ലൈറ്റും ഹീറ്റും ഈ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഇയാൾ അവിടെ നിൽക്കട്ടെ. ബാക്കി ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ അത് തന്നെയാണ്, എനർജി തന്നെയാണ്, ഒരു ടൈപ്പ് എനർജിയാണ്. അപ്പൊ നമ്മളുടെ ഈ റൊട്ടേഷൻ എന്താ? നമ്മൾ റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ അതിനെ നോർമലി എങ്ങനെയാ പറയാ? നമ്മളുടെ ഫിസിക്സിൽ നമ്മൾ ഒബ്ജക്ട്സിന്റെ മോഷൻ പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരെന്താ? നമ്മൾ ഓരോ ബ്രാഞ്ചിനും ഓരോ പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഒബ്ജക്ട്സിന്റെ മോഷൻ, അതായത് ഒരു ബോൾ ഇങ്ങനെ ഒരു പ്രതലത്തിലൂടെ ഉരുണ്ട് പോവാണ്. അപ്പൊ അതിന് നമ്മൾ ആ ഒരു സ്റ്റഡിക്ക് നമ്മൾ എന്താ പറയാ? നമ്മൾ മോഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരാണ് മെക്കാനിക്സ്. അപ്പൊ ഈ മെക്കാനിക്സുമായി റിലേറ്റഡ് ആണ് ഈ റൊട്ടേഷണൽ എനർജി. റൊട്ടേഷണൽ എനർജി എന്ന് പറയാം, എന്നാൽ പോലും ബേസിക്കലി ഇയാൾ എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. ഇത് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, അതുപോലെ തന്നെ മെക്കാനിക്കൽ എനർജി. എന്ത് സാധനം മൂവ് ചെയ്താലും നമുക്ക് അവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. ശരിക്കും മെക്കാനിക്കൽ എനർജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ വർക്ക്, അതേപോലെ എനർജി, പവർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ എനർജി. ആ സെയിം മെക്കാനിക്കൽ എനർജി തന്നെയാണ് ഇവിടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഇലക്ട്രിസിറ്റി എന്നുള്ള ഒരു എനർജി കൊടുക്കുന്നു. ആ എനർജിയാണ് ശരിക്കും ഇവിടെ എന്തായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ലൈറ്റ് എനർജി അല്ലെ ഹീറ്റ് എനർജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി, സൗണ്ട് എനർജി, ഇങ്ങനെയുള്ള എനർജികളൊക്കെ ആയി മാറുന്നത് ആരാണ്? നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്നുള്ള എനർജിയാണ്. അല്ലാതെ ഇതൊക്കെ സ്വന്തമായിട്ട് ഈ ലൈറ്റ് എനർജി ഒക്കെ ഉണ്ടാവോ? ഇല്ല. നമ്മൾ ഈ കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള ലോയിൽ പഠിച്ചിട്ടുണ്ട്. എനർജി can neither be created nor be destroyed but it can be converted from one form to another. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എനർജി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു രീതിയിൽ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഈ എനർജി കൊണ്ട് നമുക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്കാക്കി മാറ്റാൻ പറ്റും. അതായത് നമ്മളിവിടെ ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റി? ലൈറ്റ് ആക്കി മാറ്റി. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ആക്കി മാറ്റി. അതുപോലെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റി. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പല ഫോമുകളിലേക്കാക്കി മാറ്റി. ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിനാ പറയുന്നത്? ശരിക്ക് ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള എനർജിയുടെ ഈ ഒരു മാറ്റം, ഈ ഒരു എനർജി കൺവേർഷൻ തന്നെയാണ് ശരിക്കും എന്ത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ കറണ്ട് കൊടുക്കുന്നു, നമുക്ക് വേറെ എന്തെല്ലോ എഫക്റ്റുകളായി കിട്ടുന്നു. ലൈറ്റ് ഒരു എഫക്റ്റ് ആണ്, ലൈറ്റിംഗ് എഫക്റ്റ്, അതേപോലെ ഹീറ്റിംഗ് എഫക്റ്റ്, അതേപോലെ മെക്കാനിക്കൽ എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്കം ആയി നമുക്ക് കിട്ടുകയാണ്. എന്തുപയോഗിച്ചുകൊണ്ട്? ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട്. അത് തന്നെയാണ് എന്ത്? എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫക്റ്റ് എന്നുള്ളത് പറയാം. അപ്പൊ നമ്മളുടെ എഫക്ട്സ് പല തരത്തിലുണ്ട്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് പറയുന്നത്.
ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്, മെക്കാനിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്, ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്, സൗണ്ട് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, നമുക്ക് എന്തോ ഒരു ഔട്ട്കം കിട്ടുന്നു. അപ്പൊ ഇതാണ് എന്ത്, ഈ ഒരു എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നുള്ളതിന്റെ ആ ഒരു കൺസെപ്റ്റ് ഇതാണ് ഡിഫറെന്റ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇനി നമ്മൾ ഹീറ്റിംഗ് എഫക്ട് എന്നുള്ള ഒരു സാധനം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഇതെല്ലാം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹീറ്റിംഗ് എഫക്റ്റ് ആണ് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് ലൈറ്റിംഗ് എഫക്ട്, ബൾബും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഹീറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു, ചില ഡിവൈസുകളിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹീറ്റ് കിട്ടുന്നുണ്ട്. അത് ചില ഡിവൈസുകളിൽ നമ്മൾ ആവശ്യത്തിന് ഹീറ്റാണ് നമുക്ക് വേണ്ടത്. ഇപ്പം അയൺ ബോക്സ് ആണെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് എന്താ, ഹീറ്റ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഓവൻ, ടോസ്റ്റ്, അങ്ങനെയുള്ള ഓരോ ഉപകരണങ്ങളിലും നമ്മളുടെ ആവശ്യം ഹീറ്റാണ്. നമ്മൾ ആ യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമുക്ക് ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ ചില ഡിവൈസുകളിൽ ഈ ഹീറ്റ് എന്ന് പറയുന്ന സാധനം അൺവാണ്ടഡ് പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ എനർജി ലോസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫിലമെന്റ് ബൾബ് എടുത്ത് കണക്ട് ചെയ്യുന്നു. അത് ശരിക്ക് ചൂടായി ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തുന്ന സമയത്ത് ആണ് എന്ത് ചെയ്യുക, അത് ലൈറ്റ് പുറത്തേക്ക് വിടാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ശതമാനം കരണ്ടും എന്തിലേക്ക് തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ ഒരു ഹീറ്റിന്റെ പങ്ക്. വെറുതെ ഉണ്ടാവോ ഹീറ്റ്? ഇല്ല. നമ്മളുടെ ഇലക്ട്രിസിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഹീറ്റ് എനർജി ഒരു പങ്കും ബാക്കി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ എനർജി ലോസ് ആണ് എന്തുണ്ടാക്കുന്നത്, ബൾബിലൂടെ പുറത്തേക്ക് പോകുന്ന ഹീറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം ആ നോർമൽ ഫിലമെന്റ് ബൾബ് യൂസ് ചെയ്യാതെ CFL-ഓ അല്ലെങ്കിൽ എന്താ നമ്മളുടെ LED ബൾബുകളൊക്കെ നമ്മൾ ആ ഹീറ്റ് പ്രൊഡക്ഷൻ കുറവാണ്, ചെറിയ തോതിൽ എന്നാലും ഉണ്ടാവും. എന്നാൽ പോലും നമ്മളുടെ ഫിലമെന്റ് ലാമ്പിൽ ഉണ്ടാവുന്ന അത്രയും ഹീറ്റ് ഉറപ്പായും ഉണ്ടാവില്ല. അതിന്റെയൊക്കെ മെക്കാനിസം ഡിഫറെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ചില ഡിവൈസുകളിൽ എങ്ങനെ പറഞ്ഞാലും നമ്മൾ ഈ ഇലക്ട്രിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ചെറിയ തോതിലെങ്കിലും ഹീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ചിലതിൽ കൂടുതലായിരിക്കും, ചിലതിൽ കുറവായിരിക്കും. ചില യന്ത്രങ്ങൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഹീറ്റ് ജനറേഷന് വേണ്ടി തന്നെയാണ്. അങ്ങനെയുള്ള ചില ഡിവൈസുകൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ്: ഇലക്ട്രിക് ഓവൻ, ടോസ്റ്റർ, ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് കെറ്റിൽ, ഹെയർ ഡ്രയർ. ഈ ഡിവൈസുകളൊക്കെ തന്നെ നമ്മൾ എന്താണ്, ഹീറ്റ് ഔട്ട്കം ആയി കിട്ടാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള യന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ഡിവൈസുകളാണ്. ഇതിന്റെ ഒക്കെ ഔട്ട്കം നമുക്ക് ഹീറ്റ് ആണ് കിട്ടുക. ഇതിനകത്തൊക്കെ തന്നെ നമുക്ക് എന്ത് കാണാം, ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെയാണ് ഇതിനകത്തൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, ആ ഇലക്ട്രിസിറ്റി എന്നുള്ള എനർജി ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ ഈ ഒരു കൺവേർഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ആരാണ് ഇതിങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനുള്ളത് ഒരു സർക്യൂട്ട് ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോവാണ്. കണക്റ്റിംഗ് വയർ എടുക്കുന്നു, ബാറ്ററി കണക്ട് ചെയ്യുന്നു, ഒരു സ്വിച്ച് കൊടുക്കുന്നു, ഇതിന്റെ ഇടയിൽ ഞാനൊരു സംഭവം കണക്ട് ചെയ്യും. അപ്പം ഇത്രയും സർക്യൂട്ട് നമുക്ക് അറിയുന്നതാണ്, നോർമൽ സർക്യൂട്ടാണ്. ഇതിന്റെ ഇടയിൽ ഞാനൊരു നിക്രോം വയർ കണക്ട് ചെയ്യാണ്. നിക്രോം ഇതിങ്ങനെ ചുരുട്ടി
ചുരുട്ടി വെച്ചത് കൊണ്ട് ഇതൊരു കോയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നില്ല. ഈ സെയിം എക്സ്പെരിമെന്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു നിക്രോം വയർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളിവിടെ ഒരു ചുരുട്ടി വെക്കുന്നതിനുള്ള ഉദ്ദേശം നമ്മൾ ചെറിയൊരു സ്ഥലത്ത് നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ ചെയ്തത് കൊണ്ടാണ്. അല്ലാതെ ഇവിടെ നമ്മൾ കോയിലാക്കി വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങളിവിടെ ചെയ്യുന്നില്ല. നമുക്കിത് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. പക്ഷേങ്കിൽ നമ്മൾ എന്താ ഒരു മീറ്ററോ എന്നാൽ നീളമുള്ള നിക്രോം വയർ വെച്ചിട്ടൊക്കെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്പൊ എന്താ അത് കുറേ ഇങ്ങനെ ഒരു ഭംഗി ഉണ്ടാവില്ലാണ്. അപ്പൊ ഒരു ഭംഗിക്ക് വേണ്ടി ചുരുട്ടി വെച്ചാണ്, അല്ലാതെ ഇത് കോയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. അപ്പൊ നമ്മളിവിടെ നിക്രോ വയർ ഇവിടെ മാത്രം കണക്ട് ചെയ്തു. ഇത് സാധാരണ കണക്റ്റിംഗ് വയർ ആണ്. അപ്പോ ഞാൻ ഈ സ്വിച്ച് ക്ലോസ് ചെയ്തു. ഇത് സ്വിച്ച് ആണ്. ഇത് നമ്മുടെ ബാറ്ററി തൽക്കാലം ഒരു 6 വോൾട്ട് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം, ഒരു 5 മിനിറ്റ് ഇതിനെ സ്വിച്ച് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അനുഭവപ്പെടുക? ഞാൻ ഈ ഒരു നിക്രോം വയറിന്റെ അടുത്തേക്ക് എന്റെ കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എന്താണ്? എവിടെയെല്ലാം പോയി പിടിച്ചു കഴിഞ്ഞാൽ ഷോക്കൊക്കെ അടിക്കും. അവിടെ അങ്ങനെ പോയി പിടിക്കാനൊന്നും പാടില്ല. അപ്പൊ നമ്മളുടെ നിക്രോം വയറിന്റെ അടുത്ത് ഫോം ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? ഹീറ്റ്. അപ്പം ഇതും കണ്ടക്ടർ തന്നെയാണ്. ഇയാളുടെ അടുത്തും നമ്മൾ കൈ അടുത്തൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഹീറ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ നിക്രോമിന്റെ അടുത്ത് ഉണ്ടാവുന്ന ഹീറ്റ് എന്താ? വളരെ കൂടുതലാണ്. ഇവിടെ ശരിക്കും നമുക്ക് ഈ കണക്റ്റിംഗ് വയറിൽ ചെറിയ തോതിലുള്ള ഹീറ്റ് ഉണ്ടാവും. അയാളെ നമുക്ക് വേണമെങ്കിൽ നെഗ്ലക്ട് ചെയ്യാം. അവിടെ ഹീറ്റ് ഇല്ല എന്ന് പറയാം. ഹീറ്റ് ഉണ്ട്, വളരെ ചെറിയ തോതിൽ. നമ്മൾ ഇയാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്കുള്ള കറണ്ട് എന്താ? വളരെ കുറവാണ്. കറണ്ട് അല്ല, സോറി, ഹീറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയുള്ള ഹീറ്റ് നെഗ്ലക്ട് ചെയ്യാം. ഇവിടെ എന്താണ്? ഹീറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടത്തെ ചോദ്യം വന്നു, ഇയാളും കണ്ടക്ടർ, ഇയാളും കണ്ടക്ടർ. കണ്ടക്ടർ അല്ലെങ്കിൽ ഇതിൽ കൂടെ കറണ്ട് പോവോ? ഇല്ല. അപ്പൊ ഇയാളും കണ്ടക്ടർ, ഇയാളും കണ്ടക്ടർ. എന്നിട്ടും ഇവന് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവൻ എന്താണ്? ഹീറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഹീറ്റ് ഇല്ല എന്നല്ല പറയാം. അതിന്റെ കാരണം എന്താ? എന്തോ ഒരു പ്രശ്നമില്ലേ? എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതായത് ഓരോ കണ്ടക്ടറിലും അല്ലെങ്കിൽ ഓരോ മെറ്റീരിയലിലും ഉണ്ടാവുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. എന്തെല്ലോ ചില ഫാക്ടേഴ്സ്. ചിലത് കൂടുതലാണ്, ചിലത് കുറവാണ്. അപ്പൊ അതിന്റെ കാരണം എന്താ? അത് നമുക്ക് നോക്കാം. അപ്പൊ അതായത് ഞാൻ ഈ ഒരു നിക്രോം എന്നുള്ള വയറിനെ ഞാനൊരു സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമുക്ക് അറിയുന്ന റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ഈ നിക്രോം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അയാൾ നിക്രോം തന്നെയാണ്. ഞാൻ അതിനെ വേറൊരു സംഭവം വെച്ച് റെപ്രസെന്റ് ചെയ്യാണ്. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ സാധനം? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ മല പോലെ വരച്ചു വെക്കുന്ന സാധനം എന്താ? ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ്. ഇതാണ് നമ്മളുടെ റെസിസ്റ്റൻസ്. അപ്പൊ ശരിക്ക് നമ്മളുടെ നിക്രോം എന്നുള്ള ആ ഒരു വയറ് ആരാണ്? അയാളൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവനും റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേങ്കിൽ എന്താ? നമ്മൾ ഈ കണക്റ്റിംഗ് വയറായി യൂസ് ചെയ്യുന്ന വയറിന്റെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മലയും വരയ്ക്കാത്തത്. എവിടെ വരച്ചിട്ടുള്ളൂ? നമ്മളുടെ നിക്രോമിന് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പൊ ഈ നിക്രോം ശരിക്കും ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താ ഈ റെസിസ്റ്റൻസ്? നമ്മൾ എവിടെയാണ് ഈ റെസിസ്റ്റൻസ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 9th നമ്മളുടെ ആ ചാപ്റ്ററിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് ഒരു പ്രത്യേക ലോയിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പഠിച്ചത്. ഏതാണ് ആ ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ്. ഫിസിക്സ് നിങ്ങൾ എവിടെ പഠിച്ചാൽ ഈ ലോ ഉറപ്പായിട്ടും കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഏതാണ് നമ്മൾ ഈ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന ലോ? ബേസിക് ആയിട്ടുള്ള ഈ റെസിസ്റ്റൻസ് നമ്മൾ എവിടെയാണ് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഓംസ് ലോയിലാണ് നമ്മൾ റെസിസ്റ്റൻസിനെ കൊണ്ടുപോയി ഇടുന്നത്. അപ്പൊ ഈ ഓംസ് ലോ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മളുടെ ഹീറ്റ് ജനറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻ ഫോം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മളുടെ സർക്യൂട്ടിൽ ഞാൻ ഇവിടെ എന്ത് കണക്ട് ചെയ്യുന്നു? ഒരു വോൾട്ട് മീറ്ററും ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നത് എന്താ? ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തു. ഈ എ റെപ്രസെന്റ് അമ്മീറ്റർ ആൻഡ് ബി റെപ്രസെന്റ് വോൾട്ട് മീറ്റർ. എന്താ ഈ അമ്മീറ്റർ എന്ന് പറഞ്ഞ സാധനം?
ഒരു ഡിവൈസ് ആണ്. അയാൾ എന്തെന്നാണ് മെഷർ ചെയ്യുക? അയാൾ മെഷർ ചെയ്യുന്ന സാധനം കറണ്ട്. കറണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ അമ്മീറ്ററും ഈ സാധനം എന്താ? വോൾട്ട് മീറ്റർ. അപ്പൊ വോൾട്ട് മീറ്റർ എന്താ മെഷർ ചെയ്യുക? വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഈ വോൾട്ടേജ് എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ എന്താ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഈ കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഈ ഓംസ് ലോയിലൂടെ ബാക്കി കാര്യങ്ങളിലേക്ക് ഡിസ്കസ് വരാം. അപ്പൊ ഞാനിവിടെ നമ്മളുടെ ബാറ്ററിയുടെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടുന്ന അമ്മീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് എന്ത് ചെയ്യും? മാറും. അതുപോലെ തന്നെ നമ്മളുടെ വോൾട്ട് മീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് എന്ത് ചെയ്യും? മാറും. കൂടാം കുറയാം. അതായത് ഞാൻ ബാറ്ററിയുടെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ വാല്യൂസിന് മാറ്റം വരും, അല്ലെങ്കിൽ ബാറ്ററിയുടെ എണ്ണം കൂട്ടിയാൽ മാറ്റം വരും. അപ്പൊ ആദ്യം ഒരു സെല്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അതിന്റെ വോൾട്ട് മീറ്റർ റീഡിംഗ്, പിന്നെ അതേപോലെ നമ്മളുടെ അമ്മീറ്റർ റീഡിംഗ്, അതായത് കറണ്ട്, പിന്നെ V/I, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഞാൻ ഒരു ബാറ്ററി വെച്ച് ഡിസൈൻ ചെയ്ത സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് വാല്യൂ കിട്ടിയെന്നുള്ളത് നമ്മൾ സപ്പോസ് ചെയ്യണേ. എനിക്ക് വോൾട്ട് മീറ്ററിൽ 5 വോൾട്ട് എന്നും നമ്മളുടെ അമ്മീറ്ററിൽ എനിക്ക് 1 ആംപിയർ എന്നും കിട്ടി. ആംപിയർ ആണ് നമ്മളുടെ കറണ്ടിന്റെ യൂണിറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ V/I, അതായത് 5/1 ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇനി അതുപോലെ ഞാൻ ഇവിടെ 2 സെല്ല് വെക്കുന്നു. സെൽ എന്ന് പറയുമ്പോൾ സെല്ല് 2 ജോയിൻ ചെയ്താൽ എന്തായിട്ട് മാറി? ബാറ്ററി ആയിട്ട് മാറി. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് Vയിൽ 10 കിട്ടി. എനിക്കിവിടെ വോൾട്ട് മീറ്റർ റീഡിംഗ് ആയി 2 കിട്ടി. അപ്പൊ ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? വീണ്ടും 5 കിട്ടി. ഇനി അടുത്തത് ഞാൻ ഇവിടെ 3 വെക്കുകയാണ്. അതിന് അഡ്ജസ്റ്റ് ആയിട്ടുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവിടെ വെക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ എന്റെ റീഡിംഗ് ഇങ്ങനെ കിട്ടി. വോൾട്ട് മീറ്ററിൽ 15 എന്ന് ഞാൻ കണ്ടു, നമ്മളുടെ അമ്മീറ്ററിൽ 3 എന്ന് കണ്ടു. ഈ V/I ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? ഡിവൈഡ് ചെയ്ത സമയത്ത് 5 എന്ന് കിട്ടി. അതായത് നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2-3 റിസൾട്ട് കിട്ടും. ഒന്നെന്താണ്? നമ്മൾ ഈ V/I എപ്പോ ചെയ്ത് കഴിഞ്ഞാലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. അടുത്തത് നമ്മളുടെ ഈ ഒരു വോൾട്ടേജിന്റെ വാല്യൂ, അതായത് നമ്മളുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ കൂടി വരുമ്പോ നമ്മളുടെ കറണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ കറണ്ടിന്റെ വാല്യൂ കൂടി വരുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുന്ന സമയത്ത് കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ വെച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് പറയാ. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നോ എങ്ങനെ പറയാ? രണ്ടും ഒരുപോലെയാണ്. ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നു, മറ്റേയാൾ കുറയുമ്പോൾ മറ്റേയാളും കുറയുന്നു. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ്. V is directly proportional to I. അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ടിലൂടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ടും ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ കുറയുന്ന കേസ് ആണെങ്കിൽ എന്താ? വോൾട്ടേജ് കുറയുന്ന സമയത്ത് കറണ്ടും കുറയും, അല്ലെ കറണ്ട് കുറയുന്ന സമയത്ത് വോൾട്ടേജും കുറയും. ഇത് തന്നെയാണ് ആര്? ഇതാണ് നമ്മളുടെ ഓംസ് ലോയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഓംസ് ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ വെച്ചിട്ടല്ല, നമ്മൾ അവിടെ ഒരു ഈക്വൽ ടു വെച്ചുകൊണ്ടാണ് പറയാം. അപ്പൊ നമ്മളുടെ ഫിസിക്സിൽ നമ്മൾ എവിടെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ ഈക്വൽ ടു ആക്കി മാറ്റുന്ന സമയത്തും അവിടെ നമ്മൾ എന്തിടണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇടണം. അതായത് V is equal to എനിക്ക് I എന്ന് എഴുതണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇടണം. അങ്ങനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസ്റ്റന്റ് ആണ് നമ്മളുടെ R. R തന്നെയാണ് ഈ R. Rന്റെ പേരെന്താ? റെസിസ്റ്റൻസ്. സോ നമ്മൾ എന്ത് പറഞ്ഞു? V is equal to I. This is the equation for Ohm's law. ഈ R എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ്
എങ്ങനെ നമുക്ക് ഈ റെസിസ്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? റെസിസ്റ്റൻസ് ഈസ് ദ ഹിൻഡ്രൻസ് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് വിത്തിൻ എ സർക്യൂട്ട് എന്നാണ് നമ്മൾ പറയാ. അപ്പൊ എന്താണ് ഈ ഹിൻഡ്രൻസ്? Resistance is the hindrance that is experiencing within a circuit when the electricity is passing through that. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു, ഒരു തടസ്സം വരുന്നു. ആ തടസ്സത്തിന് ഞാൻ പറയുന്ന പേരാണെന്ത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ആണ് R. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട്, V is equal to IR. V is equal to IR എന്ന് നമ്മൾ ഇക്വേഷൻ ആണ്, ഈ ഇക്വേഷൻ ആണ് ഓംസ് ലോ എന്ന് പറയാന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ ആറിന്റെ ഇക്വേഷൻ, അതായത് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ എടുക്കാം? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ആറിന്റെ കൂടെയുള്ള ഐനെ നമ്മൾ എന്ത് ചെയ്യും? ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇവിടെ നമുക്കറിയാം I into R ആണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആറിന്റെ കൂടെയുള്ള ഐനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് എന്തായിട്ടാ മാറുക? ഈ മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പൊ അതായത് V by I is equal to R. That is the equation for resistance is V divided by I. That means the division of potential difference and current. ആ V by I തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിസ്റ്റത്തിനകത്ത് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കറണ്ടും മാറുന്നുണ്ട്. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ടും കൂടും. അപ്പൊ അങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിയും ഐയും കൂടെ എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ? സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. ആ സെയിം വാല്യൂ തന്നെയാണ് എന്ത്? എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ എന്താണ് ഇതിന്റെ മെറ്റീരിയലും ഈ റെസിസ്റ്റൻസിന്റെ മെറ്റീരിയൽ, ഇപ്പം നമ്മൾ നിക്രോം എടുക്കുന്നു, കോപ്പർ എടുക്കുന്നു, ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ വാല്യൂ ഈ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ റീഡിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ ഇപ്പത്തെ നമ്മളുടെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടിയ വാല്യൂ ഇതാണ്. അപ്പൊ നമ്മൾ അവിടെയുള്ള റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 5. ഓരോ സമയത്തും ഡിഫറെന്റ് വാല്യൂ ആണ് റെസിസ്റ്റൻസിന് കിട്ടുക. അപ്പൊ അതാണ് നമ്മളുടെ ഇക്വേഷൻ V by I is equal to R. അപ്പൊ നമ്മളുടെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് V by I. അപ്പൊ നമ്മളിവിടെ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണ്? നമ്മളിവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹീറ്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ശരിക്ക് ഇവിടെ ഹീറ്റ് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണക്കാരൻ ഈ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ അതായത് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞത്. ഈ ഓംസ് ലോ നമ്മൾ എവിടെ പഠിച്ചതാണ്? 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. പക്ഷേ ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്റർ ഇനി കണ്ടിന്യൂ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഈ ഓംസ് ലോ അവിടെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യാനുണ്ട്, പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓംസ് ലോ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? ഈ റെസിസ്റ്റൻസ് ആണ് ഹീറ്റ് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് ഈ റെസിസ്റ്റൻസ് ഹീറ്റ് ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്ക് നോക്കാം. ഇതൊരു നിക്രോം വയർ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇനി അടുത്തത് എന്താ? ഇത് കോപ്പറിന്റെ വയർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ നിക്രോം വയറിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? വെറുതെ ഇങ്ങനെ നിക്രോം വയർ ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം. ഏറ്റവും ടൈനി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താ? ആറ്റംസ് ആണ്. അതിലും സബ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. തൽക്കാലം നമ്മൾ ആറ്റത്തിൽ ചവിട്ടി പിടിക്കുന്നു. അപ്പൊ നമ്മളുടെ ആറ്റംസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതിനകത്തൊക്കെ നിറച്ചു ആറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഉണ്ട്. അപ്പൊ ഇയാള് നിക്രോം ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത് നമ്മളുടെ കോപ്പർ ആണ്. കോപ്പറിനകത്ത് എന്തുണ്ട്? ആറ്റംസ് ഉണ്ട്. ഈ രണ്ട് ആറ്റംസും സെയിം ആയിരിക്കുമോ? ഇല്ല. ഇയാള് നിക്രോമിന്റെ ആറ്റംസ് എന്ന് പറഞ്ഞത് വേറെ ആൾക്കാരാണ്. കോപ്പർ
ഡിഫറെന്റ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരാണ്, വേറെ സൈസ് ആണ്, വേറെ സ്ട്രക്ചർ ആണ്, വേറെ അലൈൻമെന്റ് ആണ്, എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടക്ടറിന്റെ പീസാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഇതിലെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യണം? ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്ത് ഇപ്പുറത്തെത്താൻ വേണ്ടി പറ്റണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോ ഇതെന്ത് ചെയ്യാണ്? നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവാണ്. അപ്പൊ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ എന്താ, അടുത്തടുത്തടുത്തടുത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരാൾക്കൂട്ടത്തില് ഒരാൾ ഇങ്ങനെ നുഴഞ്ഞു പോവാണെന്ന് വിചാരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടല്ലേ? അയാൾ കുറെ ആൾക്കാരെ തള്ളി മാറ്റണം, വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോകണം. അപ്പൊ ഇയാൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതിനകത്ത് കൂടെ പുറത്തെത്തുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇയാള് ഒരു മനുഷ്യനാണ് കടന്നു പോകുന്നത് വിചാരിക്കുക. ഇലക്ട്രിസിറ്റി ആണ് പോകുന്നത്. ഇലക്ട്രിസിറ്റിയെ തൽക്കാലം ഒരു മനുഷ്യനായിട്ട് നമ്മൾ സങ്കല്പിച്ചു. അപ്പൊ ഇങ്ങനെ സങ്കല്പിച്ച് വരുന്ന സമയത്ത് ഇയാൾ കഷ്ടപ്പെട്ട് ഉന്തി തള്ളി ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായി? വളരെ ക്ഷീണിച്ചു. എന്തുകൊണ്ടാണ് ക്ഷീണിക്കുന്നത്? ഇയാൾ ഇവിടെ ഒക്കെ എനർജി, അതായത് ഇയാൾ ഫുഡ് കഴിച്ച് ഇയാൾക്ക് കുറെ എനർജി കിട്ടിയില്ലേ? ആ എനർജിനെ ഒക്കെ ഇയാൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇയാൾ പുറത്തേക്ക് വരുന്നത്, കഷ്ടപ്പെട്ടെത്തുകയാണ്. ഇനി ഇത് നമ്മളുടെ കോപ്പർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഇത്രയും അധികം ടൈറ്റ് ഒന്നുമല്ല, കുറച്ച് ആൾക്കാരുണ്ട്, എന്നാൽ തന്നെയും കുറച്ചൊക്കെ ലൂസാണ്. അപ്പൊ നമ്മളുടെ കറണ്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നമ്മളെ മനുഷ്യൻ ഇങ്ങനെ പോവാണ്. അപ്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇവിടെ കുറച്ച് പാർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് അയാൾ ഇങ്ങനെ ഞൂണ്ട് പോകും. അപ്പൊ നമ്മളുടെ മനുഷ്യൻ ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇയാളെ അത്ര കഷ്ടപ്പാട് വന്നില്ല. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് അത്ര എനർജി ലോസ് വന്നിട്ടില്ല. ഇത് തന്നെയാണ് എവിടെ നടക്കുന്നത്? ശരിക്കും ഇവിടെ ഇയാൾ സ്പെൻഡ് ചെയ്ത ആ ഒരു എനർജിയാണ് എന്ത്? ഇവിടെയുള്ള ഹീറ്റ് പ്രൊഡക്ഷൻ, ഇവിടെയുള്ള ഹീറ്റ്. ഈ ഹീറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ കറണ്ട് ഇതിലൂടെ വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഇവിടെ എന്താണ്? കൂടുതലാണ്, ഹൈ റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിൻഡ്രൻസ് ആണെന്ന് പറഞ്ഞു, തടസ്സമാണ്. അപ്പൊ തടസ്സം കൂടുക എന്ന് പറഞ്ഞാൽ അയാൾ വളരെ കഷ്ടപ്പെട്ടു വേണം ഇതിനകത്ത് ഉന്തി തള്ളി പുറത്തെത്താൻ. എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ എന്ത് ചെയ്യണം? അയാളുടേതായിട്ടുള്ള കുറെ എഫേർട്ട് എടുക്കുന്ന സമയത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. കുറെ കഷ്ടപ്പെടുന്ന സമയത്ത് എനർജി ലോസ് ആണ് വരുന്നത്. ആ ലോസ് ആണ് നമുക്ക് ഇവിടെ ഹീറ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ? ഇയാൾ അത്ര അധികം കഷ്ടപ്പെടുന്നില്ല. കഷ്ടപ്പാടുണ്ട്, ഹീറ്റും ഉണ്ട്, എന്നാലും ഇത്രത്തോളം കഷ്ടപ്പാടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ലെസ് ആണ്. റെസിസ്റ്റൻസ് കുറവാണ്. അങ്ങനെ റെസിസ്റ്റൻസ് കുറവായിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ അവിടെ അയാൾക്ക് അധികം ബുദ്ധിമുട്ടില്ല, തടസ്സം കുറവാണ്. അപ്പൊ എന്താ? ഹീറ്റ് ജനറേഷനും കുറവാണ്. അപ്പം ഇക്കാരണത്താണ് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസിന്റെ സിമ്പൽ എന്തിനു വേണ്ടിയാണ് റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? നമ്മളെ നിക്രോമിന് പകരമാണ്. അപ്പൊ നമ്മളുടെ നിക്രോമിൽ നമ്മൾ ആദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ നിക്രോമിൽ ഹീറ്റ് കൂടുതൽ, അല്ലെങ്കിൽ ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേങ്കിൽ കണക്റ്റിംഗ് വയേഴ്സിൽ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്? അതിന്റെ കാരണം ഇതാണ്, നമ്മുടെ നിക്രോമിന്റെ റെസിസ്റ്റൻസ് ഹൈ ആണ്, കൂടുതലാണ്. പക്ഷേങ്കിൽ നമ്മുടെ ഈ കണക്റ്റിംഗ് വയറിന് എന്താ? റെസിസ്റ്റൻസ് കുറവാണ്. നോർമലി നമ്മൾ കണക്റ്റിംഗ് വയേഴ്സ് എന്ന് പറഞ്ഞെടുക്കുന്ന സാധനം റെസിസ്റ്റൻസ് കുറഞ്ഞതാണ് എടുക്കുക. ഇനിയിപ്പോ നമ്മൾ റെസിസ്റ്റൻസ് കൂടിയ സാധനം വെച്ച് അങ്ങ് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണോ? അല്ല. എന്ത് സംഭവിക്കും? നമ്മളുടെ ചാർജ് ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നഷ്ടപ്പെട്ടു പോവുക ചെയ്യുക. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോസ് ആണ്, ഹീറ്റ് ലോസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ആണ് ഈ കണക്റ്റിംഗ് വയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, നമ്മളുടെ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെയുള്ള ഹീറ്റ് ജനറേഷനും കൂടുതലാണ്. ഇനി റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ ഹീറ്റ് ജനറേഷൻ കുറവാണ്. അപ്പൊ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തടസ്സം. കറണ്ടിന് ഒരു സർക്യൂട്ടിലൂടെ ഒഴുകാനുള്ള തടസ്സത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റെസിസ്റ്റൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് നമ്മളുടെ നിക്രോം വയറിൽ ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്തത് പക്ഷെങ്കിൽ കണക്റ്റിംഗ് വയർസിൽ ഹീറ്റ് കുറവ് ജനറേറ്റ് ചെയ്തത്? അപ്പൊ അതിന്റെ കാരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. ആദ്യം നമ്മൾ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു, അത് ഫ്ലോ ഓഫ് ചാർജസ് ആണെന്ന് പറഞ്ഞു, അതിന്റെ ഡയറക്ഷൻ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് എഫക്റ്റ് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്ത്, ഹീറ്റിംഗ് എഫക്റ്റ്. അതായത് നമ്മൾ ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് കടന്നു പോകുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, എല്ലാ സർക്യൂട്ടിലും ഹീറ്റ് ഫോം ചെയ്യും, പക്ഷെങ്കിൽ റേറ്റ് വ്യത്യാസമായിരിക്കും. ചിലതിൽ കൂടുതലുണ്ടാവും, ചിലതിൽ കുറവായിരിക്കും, ചിലതിൽ അൺവാണ്ടഡ് ആയിരിക്കും, ചിലതിൽ നമ്മൾ ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഹീറ്റ് ജനറേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുവഴി നമ്മൾ ഓംസ് ലോയും ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ജൂൾസ് ലോ ആണ്. അതായത് ഒരു സിസ്റ്റത്തിനകത്ത് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു, അതിപ്പോ എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമുക്ക് അറിയണ്ടേ, അതെങ്ങനെയാ നമ്മൾ അളക്കുക, അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് ശരിക്കും ജൂൾസ് ലോ. അത് നമ്മൾ ഇവിടെയാണ് ആദ്യമായിട്ട് പഠിക്കുക. അപ്പം ജൂൾസ് ലോ പഠിക്കാനുണ്ട്, അതിന്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല നമ്മളിവിടെ ഓംസ് ലോ പറഞ്ഞതിന് ഒരു കാര്യമുണ്ട്. ആ ഓംസ് ലോ നമ്മൾ ജൂൾസ് ലോയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ ഇക്വേഷൻസ് ഒക്കെ ഫോം ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. എല്ലാം വളരെ സിമ്പിൾ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത്രയേ വേണ്ടൂ. നമ്മൾ ആ തുടക്കം ഒരു 3-4 പേജ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഞാൻ അത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.